പലരും ചോദിക്കുന്നുണ്ട് വൈഫൈ റൂട്ടറിൻ്റെ പാസ്വേഡ് എങ്ങനെ മാറ്റാമെന്ന്. നിങ്ങൾ ഉപയോഗിക്കുന്ന റൂട്ടർ ഏത് കമ്പനിയുടെയാണോ അതിൻ്റെ സെറ്റിങ്സിൽ നിന്നും എങ്ങനെ മാറ്റാമെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഓരോ കമ്പനിക്കും വെവ്വേറെ രീതിയിലുള്ള സെറ്റിങ്സുകളായിരിക്കും ഉള്ളത്. ഞാൻ തൽക്കാലം എൻ്റെ കയ്യിലുള്ള അത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു വൈഫൈ മോഡത്തിൻ്റെ പാസ്വേഡ് എങ്ങനെ മാറ്റുന്നു എന്ന് ഇവിടെ കാണിച്ചു തരാം. ഒരുപക്ഷെ ഒട്ടുമിക്ക റൂട്ടറുകൾക്കും അഥവാ മോഡത്തിനും ഒരേ രീതിയിലുള്ള സെറ്റിങ്സുകൾ തന്നെയാണ്. നിങ്ങളും ശ്രമിച്ചു നോക്കുക ശരിയാവുമോ എന്ന്. നമ്മൾ ചെയ്യേണ്ടത് ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കുക. ഗൂഗിൾ ക്രോമോ മോസില്ല ഫയർഫോക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയ ശേഷം ഇവിടെ അഡ്രസ് ബാറിൽ 192.168.1.1 എന്ന് അടിക്കുക. ഇത്രയും ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ ചെയ്യുക. ഇപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കുന്നത് ഡീലിങ്കിൻ്റെ മോഡമാണ്. അതുകൊണ്ട് ഇവിടെ ഡീലിങ്ക് എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരു പേജ് വരും. യൂസർ നെയിം ഇവിടെ ഒട്ടുമിക്കതിനും അഡ്മിൻ എന്നായിരിക്കും. അതുപോലെ തന്നെ പാസ്വേഡും അഡ്മിൻ എന്നാണ് ഡീഫോൾട്ടായിട്ട് ഡീലിങ്ക് അങ്ങനെ ഒട്ടുമിക്ക കമ്പനികളും നൽകുക. നിങ്ങൾ ശ്രമിച്ചു നോക്കുക. അപ്പോൾ യൂസർ നെയിമും പാസ്വേഡും അഡ്മിൻ എന്ന് തന്നെ നൽകുക. തുടർന്ന് ലോഗിൻ അത് പ്രസ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു കൺട്രോൾ പാനൽ കാണാനാകും. ഇതിൽ ഒട്ടനവധി കൺട്രോൾ സെറ്റിങ്സുകളുണ്ട്. നമ്മൾ അതൊന്നും നോക്കണ്ട. ഇവിടെ വയർലെസ് എന്നത് സെലക്ട് ചെയ്യുക. ഇവിടെ വയർലെസ് ബേസിക് ഉണ്ട്, വയർലെസ് സെക്യൂരിറ്റി ഉണ്ട്. നോക്കുക, വയർലെസ് ബേസിക്കിലേക്ക് പോവാം. വയർലെസ് ബേസിക്കിലേക്ക് പോയാൽ നിങ്ങളുടെ വയർലെസ് എനേബിൾ ചെയ്യണോ, വയർലെസ്സിന് SSID അഥവാ ആ നിങ്ങളുടെ വൈഫൈക്ക് കൊടുക്കുന്ന പേര് എന്താണ്. ഞാനിവിടെ SSL എന്നാണ് എൻ്റെ നെറ്റ്വർക്കിന് കൊടുത്തിരിക്കുന്ന പേര്. അതുകൂടാതെ വിസിബിലിറ്റി സ്റ്റാറ്റസ് അത് വിസിബിൾ അല്ലെങ്കിൽ ഇൻവിസിബിൾ ആക്കാം. അതായത് മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കണോ വേണ്ടയോ എന്ന്. അങ്ങനെ ഉള്ള ബേസിക് സെറ്റിങ്ങുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് സെക്യൂരിറ്റി എന്നതിലേക്ക് പോയാൽ നോക്കുക, ഇവിടെ സെക്യൂരിറ്റി മോഡ്, എൻക്രിപ്ഷൻ എന്നിവയെല്ലാം കാണാൻ സാധിക്കും. ഇതിന് താഴെയായിട്ട് നോക്കുക, പ്രീ ഷെയർഡ് കീ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നിങ്ങളുടെ പാസ്വേഡ് ഏതാണോ നൽകേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് അപ്ലൈ കൊടുക്കുക. ഇതുകൂടാണ്ട് മുകളിലായിട്ട് അഡ്വാൻസ്ഡ് ഉണ്ട്. നിങ്ങൾക്ക് വയർലെസ്സിൻ്റെ അഡ്വാൻസ്ഡ് സെറ്റിങ്സ് ഇവിടെ നിന്നും എടുക്കാൻ സാധിക്കും. നോക്കുക, ഇതുപോലെയുള്ള സെറ്റിങ്സുകളുണ്ട്. പക്ഷേ ഇതെല്ലാം നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് ചേഞ്ച് ചെയ്ത് നോക്കുന്നതിന് മുമ്പ് എപ്പോഴും അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട്, അതായത് ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു സ്ക്രീൻഷോട്ട് എടുത്തു വയ്ക്കുന്നത് വളരെ ഉപകാരമായിരിക്കും. ഇവിടെയാണ് നിങ്ങളുടെ ധാരാളം ലോക്കൽ നെറ്റ്വർക്ക്, ലാൻ, ഇൻ്റർനെറ്റ് സെറ്റപ്പ്, ഇതിൻ്റെ എല്ലാം സെറ്റിങ്സുകൾ നിങ്ങൾക്ക് ഇവിടെ ഈ കൺട്രോൾ പാനലിലൂടെ കാണാൻ സാധിക്കും. ഓരോരുത്തരും ആവശ്യമായത് മാത്രം ചെയ്തു നോക്കുക. കാരണം ഒട്ടുമിക്കവർക്കും അറിയില്ല എങ്ങനെയാണ് കൺട്രോൾ പാനലിലേക്ക് ലോഗിൻ ആവുക എന്ന്. അതിനു വേണ്ടിയിട്ട് മാത്രം തയ്യാറാക്കിയ ഒരു വീഡിയോ ആണിത്.